ഹലോടെ മക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മളിന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ആദ്യത്തെ ചാപ്റ്ററാണ് അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ. അതിൻ്റെ തന്നെ പാർട്ട് 1 വീഡിയോ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നുകൊണ്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്ത കുട്ടികളാണെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണാൻ വേണ്ടി വരിക. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് പാർട്ട് 2 വീഡിയോ ആണ്. പാർട്ട് 2 വീഡിയോ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്ന ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതായത് ഫൈറ്റ് സീൻ ബിറ്റ്വീൻ കോബ്ര ആൻഡ് മംഗൂസ് എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ എന്നാണല്ലോ ഇപ്പം തൽക്കാലം പഠിക്കുന്നത്. ചെറിയൊരു രീതിയിൽ നമ്മൾ പരീക്ഷ കൂടി പരിഗണിക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് പറയുകയാണ്, ഈ ഭാഗത്ത് നിന്നും ഈ ഒരു ഫൈറ്റ് സീൻ ബിറ്റ്വീൻ മംഗൂസ് ആൻഡ് കോബ്ര ഇന്ന് എടുക്കാൻ വേണ്ടി പോകുന്ന പാർട്ട് 2വിൽ നിന്നും ഈ ഒരു വീഡിയോയിൽ നിന്നും നറേഷൻ ചോദിക്കാം, ഡയറി ചോദിക്കാം, ലെറ്റർ ചോദിക്കാം, കോൺവെർസേഷൻ ചോദിക്കാം. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഭാഗത്ത് നിന്നും ചോദിക്കാം. ഓക്കെ, അപ്പോൾ അതിനർത്ഥം ഇന്ന് എടുക്കാൻ വേണ്ടി പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് ഇനിയിപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാകും ഈ ഒരു ക്ലാസ് കണ്ടതിന് ശേഷം. അതായത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ലെറ്റർ, ഡയറി, നറേഷൻ, ഇതൊക്കെ നമുക്ക് എവിടുന്നാണ് കിട്ടുക, ഇതൊന്നും അറിയണ്ടേ എന്ന് സംശയമുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഇതൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പാർട്ട് 1 വീഡിയോയുടെ ലിങ്കും അവിടെ കൊടുത്തേക്കാം. നിങ്ങളെല്ലാവരും കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണുക കേട്ടോ. പിന്നെ ഈ നറേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം കണ്ടാലും മതി. അപ്പം നമ്മളിന്ന് ഫൈറ്റ് സീനിലേക്ക് കടക്കുകയാണ്. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്ത് മുന്നിൽ വെക്കുക. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ ഒരുപാട് മാർക്കാണ്, ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം ഇറ്റ് വാസ് ആൻ ഏപ്രിൽ ആഫ്റ്റർനൂൺ ആൻഡ് ദ വാം ബ്രീസസ് ഓഫ് അപ്രോച്ചിങ് സമ്മർ ഹാഡ് സെൻഡ് എവറി വൺ ഇൻക്ലൂഡിങ് ഗ്രാൻഡ് ഫാദർ ഇൻഡോർസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെയും വരെയാണ് പറഞ്ഞു നിർത്തിയത്? കുട്ടി ആൽമരത്തിലിരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു വളരെയധികം ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നതായിട്ടുള്ള അനുഭവങ്ങളൊന്നും കുട്ടിക്ക് ഉണ്ടായിട്ടില്ലായിരുന്നു. പക്ഷേ ഒരു ദിവസം, ഒരു ഏപ്രിൽ മാസം ഉച്ച സമയത്ത് എന്തോ ഒരു കാര്യം ആൽമരത്തിൽ നിന്നും ആ കുട്ടി കണ്ടു. ആ കണ്ട കാര്യമാണ് മംഗൂസിനും പാമ്പിനും ഇടയിലുള്ള ഫൈറ്റ്. മംഗൂസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കീരിയാണ്, കോബ്ര മൂർഖൻ പാമ്പ്. ഇവർക്ക് രണ്ടുപേർക്കും ഇടയിലുള്ള ഫൈറ്റാണ്. കുട്ടി ആ ആൽമരത്തിൽ ഇത്രയും കാലം നിന്നിട്ടും കുട്ടിക്ക് പുതുതായിട്ട് ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നതായിട്ട് അത്ഭുതമായിട്ട് തോന്നിയിട്ടുള്ള ഒരു അനുഭവം എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു അനുഭവമാണ് ഇനി കൂടുതലായിട്ട് നമ്മളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇറ്റ് വാസ് ആൻ ഏപ്രിൽ ആഫ്റ്റർനൂൺ. ഇത് എന്ന് പറയുന്നത് ഒരു ഏപ്രിൽ മാസം ആഫ്റ്റർനൂണാണ്, ഉച്ച സമയമാണ്. ആൻഡ് ദ വാം ബ്രീസസ് ഓഫ് അപ്രോച്ചിങ് സമ്മർ, അതായത് സമ്മർ സീസണാണ്. ആ ഒരു സമയത്തെ ചൂട് കാറ്റ് ഹാഡ് സെൻഡ് എവറി വൺ ഇൻക്ലൂഡിങ് ഗ്രാൻഡ് ഫാദർ ഇൻഡോർസ്. മുത്തശ്ശന ഉൾപ്പെടെയുള്ള എല്ലാവരെയും വീട്ടിനകത്തേക്ക് കൊണ്ടുപോയിരുന്നു. കാരണം പുറത്ത് നല്ല ചൂടാണ്, അവർ വീട്ടിനകത്താണ് എല്ലാവരും ഉള്ളത്. പക്ഷെ കുട്ടി ആൽമരത്തിന് മുകളിലാണ് ഉള്ളത്. I was feeling drowsy myself and was wondering if I should go to the pond behind the house for a swim. അതായത് നല്ല ചൂടാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതിനർത്ഥം കുട്ടിക്ക് ആ ചൂട് കാരണം വളരെയധികം കുട്ടി ടയേർഡാണ്. അതോടൊപ്പം തന്നെ കുട്ടിക്ക് ഉറക്കവും വരുന്നുണ്ട്. നമുക്കും അങ്ങനെ തന്നെയാണല്ലേ, നമുക്ക് ചൂട് വേണമെന്നൊന്നുമില്ല. ഭക്ഷണം കഴിച്ചിട്ട് ക്ലാസ്സിലിരിക്കുമ്പോഴും നമ്മൾ ഉറങ്ങുന്നത് പോലെ തന്നെ ഈ കുട്ടിക്കും ഈ ചൂടിൽ കുട്ടിക്കും വളരെയധികം ക്ഷീണമാണ്. ഡ്രൗസി എന്ന് വെച്ചാൽ ഒരു കിടക്കാമെന്നുള്ള രീതിയിലുള്ള അവശനാണ് കുട്ടി, ഉറക്കം വന്നിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒന്ന് കുളത്ത് പോയിട്ടൊന്ന് കുളിച്ചിട്ടൊക്കെ വരാമെന്ന് കുട്ടി കരുതുകയാണ്. When I saw a huge black cobra gliding out of a clump of cactus and making for some cooler part of the garden. ആ ഒരു സമയത്താണ് കുട്ടി കാണുന്നത് ഒരു വലിയ മൂർഖൻ പാമ്പ് എവിടത്തേക്ക് വരികയാണ്. ഈ ഒരു ക്ലംബ് ഓഫ് കാറ്റസ് എന്ന് പറഞ്ഞാൽ മറ്റേ നമ്മുടെ മലയാളത്തിൽ പറയാം, മുൾച്ചെടിയില്ലേ, കാറ്റസ് അറിയാമല്ലോ എല്ലാവർക്കും. ആ കാറ്റസിൻ്റെ കൂട്ടത്തിനെയാണ് നമ്മൾ ക്ലംബ് ഓഫ് കാറ്റസ് എന്ന് പറയുന്നത്. ആ കാറ്റസ് ചെടികളുടെ ഇടയിൽ നിന്നായിട്ട് ഒരു വലിയ ബ്ലാക്ക് നിറത്തിലുള്ള ഒരു മൂർഖൻ പാമ്പ് പുറത്തോട്ടേക്ക് വരുന്നത്. എന്തുകൊണ്ടാണ്? ആ പാമ്പിനും ചൂട് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ അതും തണുത്ത ഭാഗം അന്വേഷിച്ചു കൊണ്ട് പോവുകയാണ്. മേക്കിംഗ് ഫോർ സം കൂളർ പാർട്ട് ഓഫ് ദ ഗാർഡൻ. At the same time, a mongoose, whom I had often seen, emerged from the bushes and went straight for the cobra. അതേ സമയത്ത് തന്നെ
ഒരു കീരി, മംഗൂസ് എന്ന് പറഞ്ഞാൽ കീരി. ഈ കീരിയെ കുട്ടിക്ക് പരിചയമുള്ളതാണ്. കുട്ടി ഇതിനു മുമ്പ് ഈ കീരി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട്. ഈ കീരി എന്ത് ചെയ്യാണ്, ബുഷസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ചെടികൾ, അതിൻ്റെയൊക്കെ ഇടയിൽ നിന്നായിട്ട് ഇതിങ്ങനെ പുറത്തോട്ടേക്ക് വരികയാണ്. ആര്? നമ്മുടെ കീരി. എന്നിട്ടോ വെൻറ്റ് സ്ട്രെയിറ്റ് ഫോർ ദ കോബ്ര. ഈ കോബ്രയ്ക്ക് നേരെയായിട്ട് പോവുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു അക്രമത്തിന് തന്നെയാണ് ഈ മംഗൂസിൻ്റെ ഉദ്ദേശം. In a clearing beneath the tree, in bright sunshine, they came face to face. കത്തിച്ചൊലിക്കുന്ന സൂര്യനു കീഴിൽ ഇവർ രണ്ടുപേരും പരസ്പരം ഏറ്റുമുട്ടുകയാണ്. ഒരു അതിഗംഭീരമായിട്ടുള്ള ഒരു ഇൻട്രഡക്ഷനൊക്കെ തരികയാണ്, ബിൽഡപ്പിൽ അങ്ങ് വെച്ച് നിൽക്കുകയാണ് ഈ ഒരു ഫൈറ്റ്. അതിന് മാത്രം ഫൈറ്റ് ഉണ്ടോ? നമുക്ക് കണ്ടറിയാം. അതായത് ഭയങ്കര ബിൽഡപ്പെല്ലാം തന്നിരിക്കുകയാണ്. Cobra knew only too well that the grey mongoose, 3 feet long, was a superb fighter, clever and aggressive. കോബ്രയ്ക്ക് എന്തറിയാമായിരുന്നു? തൻ്റെ എതിരാളിയായിട്ടുള്ള ആ ഗ്രേ നിറത്തിലുള്ള കീരി, അണ്ണാനല്ല കീരി, മംഗൂസ്, 3 feet long, 3 അടി നീളമുള്ള, വാസ് എ സൂപ്പർ ഫൈറ്റർ, വളരെയധികം സൂപ്പർബായിട്ടുള്ള ഫൈറ്ററാണ്. അവൻ ബുദ്ധിമാനാണ്, തന്ത്രശാലിയാണ്, ക്ലവറാണ്, ആൻഡ് അഗ്രസീവ്, അപകടകാരി കൂടിയാണ്. ആരാ പറയുന്നത്? നമ്മുടെ കോബ്ര, നമ്മുടെ മൂർഖൻ പാമ്പ് മംഗൂസ് കീരിയെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ബട്ട് ദ കോബ്ര വാസ് സ്കിൽഫുൾ ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഫൈറ്റർ ടു. എന്നാൽ ഈ പറയുന്ന കോബ്രയോ നല്ലവനാണ്, അവൻ സ്കിൽഫുള്ളാണ്. ഈ നമ്മുടെ മംഗൂസ്, നമ്മുടെ കീരി തന്ത്രശാലിയാണെങ്കിൽ ഇവന് ഇതൊക്കെ ചെയ്ത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള വ്യക്തിയാണ്. ഈ ഇങ്ങനെ ഒരു അടികൂടൽ എന്നൊക്കെ പറഞ്ഞാൽ നിസ്സാരമാണ് നമ്മുടെ ഈ ഒരു മൂർഖൻ പാമ്പിന്. He could move swiftly and strike with the speed of light. അവൻ എത്ര വേഗത്തിൽ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാൻ വേണ്ടി പറ്റും. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു പ്രകാശത്തിൻ്റെ വേഗതയിൽ എതിരാളിയെ കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ട്, കടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്കറിയാമല്ലോ പാമ്പിൻ്റെ കടി എത്ര, അതിന് വിഷം അതിലേക്ക് നമ്മുടെ ശരീരത്തിലേക്ക് കയറ്റി വിടും. അതാണ് സംഭവം അല്ലേ? അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അതാണ് ഇവിടെ പറയുന്നത്. അതായത് പ്രകാശത്തിൻ്റെ വേഗത എത്രയാണ് മക്കളെ? നിങ്ങൾ ലൈറ്റിൻ്റെ സ്പീഡ് എത്രയാണെന്ന് നിങ്ങൾക്കറിയോ? അതായത് ലൈറ്റ് 3.8 × 3.6 × 10⁻⁻8 മീറ്റർ പെർ സെക്കൻഡ്, ഇത്രയും വേഗത്തിലാണ്. അതായത് ഒരു സെക്കൻഡിൽ ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് ഏകദേശം 3 ലക്ഷമാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇതിലെന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് എനിക്കറിയില്ല, ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഇത്രയും ആ ഒരു പ്രകാശത്തിൻ്റെ വേഗതയോടാണ് ഈ പാമ്പിൻ്റെ കടിയെ ഉപമിക്കുന്നത്, നിങ്ങൾ ഓർക്കണം. അതായത് ഒരു സെക്കൻഡിൽ 3 ലക്ഷം ദൂരം സഞ്ചരിക്കുന്ന ലൈറ്റിൻ്റെ വേഗതയാണ് ഇവിടെ പാമ്പിൻ്റെ വേഗതയോട് ഉപമിച്ചിരിക്കുന്നത്. പാമ്പിൻ്റെ വേഗത ലൈറ്റിൻ്റെ വേഗതയോട് ഉപമിച്ചിരിക്കുന്നത്. അതായത് അതിനർത്ഥം എന്താണ്? അത്രയും അധികം വേഗതയുള്ള ഒരു സംഭവമാണ് പാമ്പിൻ്റെ കടി എന്ന് പറയുന്നത്. ആൻഡ് ദ സാക്സ് ബിഹൈൻഡ് ഹിസ് ലോങ് ഷാർപ്പ് ഫാങ്സ് വെർ ഫുൾ ഓഫ് ഡെഡ്ലി വെനം. അതുകൂടാണ്ട് നമ്മുടെ ഈ മൂർഖൻ പാമ്പിൻ്റെ കൂർത്ത പല്ലുകൾക്ക് ഇടയിലായിട്ട് കുറച്ച് ബാക്കോട്ടിലായിട്ട് ഡെഡ്ലി വെനം സംരക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതായത് എതിരാളിയെ മരണത്തിലേക്ക് വരെ നയിക്കാൻ വേണ്ടി പറ്റുന്ന വിഷം ഉൾക്കൊണ്ടുകൊണ്ടാണ് ആ പാമ്പ് നടക്കുന്നത് എന്നർത്ഥം. അതിനർത്ഥം ഈ കീരിയും പാമ്പും ചെറിയ ആൾക്കാരല്ല. ഇവർ രണ്ടുപേരും ഏറ്റുമുട്ടുമ്പോൾ അവിടെ ഒരു ഭൂകമ്പം തന്നെ സൃഷ്ടിക്കാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ടെന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഇറ്റ് വാസ് ടു ബി എ ബാറ്റിൽ ഓഫ് ചാമ്പ്യൻസ്. ചാമ്പ്യന്മാരുടെ ഒരു യുദ്ധം തന്നെയാണ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. ഹിസിംഗ് ഡിഫൻസ്, ഹിസ് ഫോർക്ക്ഡ് ടങ് darting in and out, the cobra raised 3 of his 6 feet off the ground and spread his broad spectacled hood. ഹിസ്സിംഗ് ഡിഫൻസ് എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ പാമ്പിൻ്റെ സൗണ്ടിനെയാണ് അവിടെ കാണിക്കുന്നത്. അതായത് ആ ഒരു സംഭവമില്ലേ, ആ ഒരു സൗണ്ടില്ലേ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹിസ് ഫോർക്ക്ഡ് ടങ് ഡാർട്ടിങ് ഇൻ ആൻഡ് ഔട്ട്. അതായത് ഫോർക്ക്ഡ് ടങ് എന്ന് വെച്ചാൽ എന്താ? പാമ്പിൻ്റെ നാവ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇനി ശ്രദ്ധിക്കാൻ പാമ്പിൻ്റെ അടുത്തൊന്നും ചെന്ന് നിൽക്കണ്ട, ഞാൻ പറഞ്ഞുതരാം. അതായത് പാമ്പിൻ്റെ നാവ് എന്ന് പറയുന്നത് അതിൻ്റെ നടുവിലായിട്ടൊരു വെട്ടുണ്ട്, ഒരു മുറിവുണ്ട്. 2 രീതിയിലാണ്, 2 നാക്കായിട്ടാണ് നമുക്ക് തോന്നുന്നത്, പക്ഷെ അതൊന്നാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പം അങ്ങനെയുള്ള ഫോർക്ക്ഡ് ടങ്, പകുതിക്കുന്ന് മുറിക്കപ്പെട്ട അല്ലെങ്കിൽ മുറിച്ചിട്ടുള്ള ആ ഒരു നാവ് പുറത്തോട്ടേക്കും ഉള്ളിലേക്കുമായിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആര്? നമ്മുടെ ഈ ഒരു പാമ്പ്.
റേസ്ഡ് 3 of his 6 feet off the ground. പാമ്പ് മൊത്തം 3 അടിയാണ്. ആ 3 അടിയിൽ പാമ്പ് മൊത്തം 6 അടിയാണ്. ആ 6 അടിയിൽ 3 അടി നിലത്ത് നിന്നും ഇങ്ങനെ പൊക്കി വെച്ചിരിക്കുകയാണ്. ആൻഡ് സ്പ്രെഡ് ഹിസ് ബ്രോഡ് സ്പെക്ടാക്കിൾഡ് ഹുഡ്. എന്നിട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പത്തിയൊക്കെ ഇങ്ങനെ വിടർത്തി അങ്ങ് നിൽക്കുകയാണ്. ദ മംഗൂസ് ബുഷ്ഡ് ഹിസ് ടെയിൽ. മംഗൂസ് ആൾ മോശമാണോ? ഈ പാമ്പ് ഇതൊക്കെ ചെയ്യുമ്പോൾ മംഗൂസിന് എന്തെങ്കിലുമൊക്കെ കാണിക്കണ്ടേ? മംഗൂസ് എന്ത് ചെയ്തു? ആ വാലിലെ രോമങ്ങളൊക്കെ ഇങ്ങനെ എണീപ്പിച്ച് നിർത്തി. ദ ലോങ് ഹെയർ ഓൺ ഹിസ് സ്പൈൻ സ്റ്റുഡ് അപ്പ്. In the past, the very thickness of his hair had saved him from bites that would have been fatal to others. പക്ഷേ നമ്മളിപ്പം നിസ്സാരമായിട്ട് എന്ത് പറയാണ്? ആ ഒരു കീരി അതിൻ്റെ വാലിലുള്ള രോമങ്ങളൊക്കെ ഇങ്ങനെ പൊന്തിച്ച് നിർത്തി എന്ന് പറയാണ്. ബട്ട് നമ്മൾ ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിന് മുമ്പ് ഈ ഒരു വാലിലുള്ള അതിൻ്റെ ശരീരത്തിലുള്ള രോമങ്ങൾ കാരണം ഇതിന് പല പാമ്പുകളുടെ കടിയിൽ നിന്നും ഇതിനു മുമ്പ് രക്ഷപ്പെടാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. അതിനർത്ഥം അതിൻ്റെ ആ ഒരു കട്ടിയേറിയ രോമങ്ങൾ പല പാമ്പിൽ നിന്നും പല പാമ്പുകടികളിൽ നിന്നും ഈ കീരിയെ, പല അക്രമങ്ങളിൽ നിന്നും ഈ കീരിയെ സംരക്ഷിച്ചിട്ടുണ്ട്. അപ്പം അതിനെ നമുക്ക് നിസ്സാരമാക്കി കാണാൻ വേണ്ടി പറ്റില്ല. Though the combatants were unaware of my presence in the banyan tree. പക്ഷേ ഈ 2 മത്സരാർത്ഥികളും, കോമ്പാക്റ്റൻസ് എന്ന് പറഞ്ഞാൽ മത്സരാർത്ഥികൾ, ഇവർ 2 പേരും ഞാൻ അവിടെ ആൽമരത്തിന് മുകളിൽ ഇരിക്കുന്നത് കണ്ടില്ല, അവരതറിഞ്ഞില്ല എന്നാണ് കുട്ടി പറയുന്നത്. They soon became aware of the arrival of 2 other spectators. സ്പെക്ടാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കാണികൾ. ഈ ഒരു ഫൈറ്റ് കാണാൻ വേണ്ടിയിട്ട് ഒട്ടും വൈകാതെ തന്നെ 2 കാണികൾ കൂടി അവിടെ എത്തി. ആരൊക്കെയാണത്? വൺ വാസ് എ മൈന ആൻഡ് അതർ എ ജംഗിൾ ക്രോ. ഒന്ന് ഒരു മൈന, മറ്റേത് ഒരു ജംഗിൾ ക്രോ, കാക്ക, കാട്ടിലൊക്കെ കാണപ്പെടുന്ന കാക്ക. നോട്ട് ദ വലിയ അർബൻ ക്രോ, നമ്മളൊക്കെ നഗരങ്ങളിൽ നിന്നും കാണുന്ന കാക്കയല്ല, ഇതൊരു കാട്ടുകാക്ക എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവമാണ്, കാടുകളിലൊക്കെ കാണപ്പെടുന്ന കാക്ക. They had seen these preparations for battle. അവരെന്താണ് ഈ ഒരു യുദ്ധത്തിന് മുന്നേ ഉള്ള ഒരു തയ്യാറെടുപ്പുകളൊക്കെ ഇങ്ങനെ ആകാംക്ഷപൂർവ്വം അവർ കണ്ടു നിൽക്കുകയാണ്. ആൻഡ് ഹാഡ് സെറ്റിൽഡ് ഓൺ ദ കാക്ടസ് ടു വാച്ച് ദ ഔട്ട്കം. അങ്ങനെ ഈ പാമ്പും കീരിയും തമ്മിലുള്ള ആ ഒരു ഫൈറ്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ മൈനയും കാക്കയും എവിടെ നിൽക്കുകയാണ്? അവരെ മാറി നിൽക്കുകയാണ്. എവിടെ? ഹാഡ് സെറ്റിൽഡ് ഓൺ ദ കാക്ടസ് ടു വാച്ച് ദ ഔട്ട്കം. ആ കാക്ടസ് ചെടികളുടെ ഇടയിൽ നിൽക്കുകയാണ്. ഹാഡ് ദേ ബീൻ കണ്ടന്റ് ഓൺലി ടു വാച്ച്, ഓൾ വുഡ് ഹാവ് ബീൻ വെൽ വിത്ത് ബോത്ത് ഓഫ് ദം. ഇനി അവർ ഇത് കാണാൻ വേണ്ടി മാത്രം വന്നതായിരിക്കുമോ? നമുക്ക് നോക്കാം. ദ കോബ്ര സ്റ്റുഡ് ഓൺ ദ ഡിഫെൻസീവ്. കോബ്ര എന്താണ്? ആദ്യം പ്രതിരോധിക്കുകയാണ് ചെയ്യുന്നത്. പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് പാമ്പ് ശ്രമിക്കുന്നത്. ഇനി അങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് കേട്ടേക്കുക. കാരണം കുറച്ചും കൂടി ഡീപ്പിലേക്ക്, ഫൈറ്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ ഒരു പാഠഭാഗത്തെ നമ്മൾ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് ആദ്യത്തെ പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിലെ ആദ്യത്തെ ഭാഗമാണ് നമ്മൾ പറഞ്ഞ സാധാ ഈ ഒരു പ്രകൃതിയെ പറ്റിയിട്ട് പറയുന്ന കാര്യങ്ങൾ. 2ാമത്തെ ഭാഗമാണ് നമ്മൾ ഇന്ന് എടുക്കുന്ന ഫൈറ്റ് സീന്. 3ാമത്തെ ഭാഗം വേറൊരു വെള്ള എലികളെ പറ്റിയിട്ടൊക്കെയുള്ളതാണ്. ഈ ഫൈറ്റ് സീൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ തന്നെ മെയിൻ കണ്ടൻ്റ് ആണ് ഇനി വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ കൃത്യമായിട്ട് ശ്രദ്ധിച്ചേക്കുക. ഒരുപാട് മാർക്ക് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. കൂടാണ്ട് നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്കുകൾ വായിച്ചിരിക്കണം. ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ നിർബന്ധമായിട്ടും വായിക്കണം. കാരണം പല കുട്ടികൾക്കും എഡിറ്റിങ്ങിലൊക്കെ ബുദ്ധിമുട്ട് വരും. എഡിറ്റിങ്ങിലൊക്കെ വരാറുണ്ട്, എഡിറ്റിംഗ് ക്വസ്റ്റ്യൻസൊക്കെ വരാറുണ്ട്. പക്ഷേ അതിൽ തന്നെ നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് ടെക്സ്റ്റ് ബുക്ക് വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റിങ്ങിനൊക്കെ ഒരുപാട് സഹായകരമാകും എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. കൂടാണ്ട് ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നിങ്ങൾ എക്സാമിന് എങ്ങനെ എഴുതിയാലും ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അതിമനോഹരമായിട്ട് നിങ്ങൾ എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് അവിടെ കിട്ടും. നിങ്ങൾക്ക് തരുന്ന നോട്ട് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കരുത്. അവിടെയാണ് വ്യത്യാസം. മനസ്സിലായില്ലേ? ഇനിയിപ്പം സ്വന്തമായിട്ട് ഇംഗ്ലീഷൊക്കെ എഴുതാൻ എനിക്ക് പ്രയാസമാണ് സാർ എന്നാണെങ്കിൽ, അല്ലെങ്കിൽ ചേട്ടാ അങ്ങനെയാണ് നമുക്ക് എന്നാണെങ്കിൽ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ചില കാര്യങ്ങൾ ബൈ ഹാർട്ട് പഠിക്കാം. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ബൈ ഹാർട്ട് പഠിക്കേണ്ടത് പാഠഭാഗത്തിൻ്റെ കഥകളൊന്നും ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പ്രൊഫൈലിൻ്റെ ഒരു ഫോർമാറ്റ് അത് ബൈ ഹാർട്ട് പഠിക്കണം. പിന്നെ വേണമെങ്കിൽ ഒരു കോമൺ അപ്രിസിയേഷൻ നിങ്ങൾക്ക് ചോദിക്കും എക്സാമിന്.
അത് നിങ്ങൾ അറിഞ്ഞു കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് പൊതുവേ നമ്മുടെ SSLC ക്വസ്റ്റ്യൻ്റെ അവസാനം ഒരു കോമൺ അപ്രിസിയേഷൻ, ഏതെങ്കിലും ഒരു പുറത്തു നിന്നുള്ള ഏതെങ്കിലും ഒരു പോം എന്നാണ് നമ്മൾ പറയാൻ, നിങ്ങളൊക്കെ പോയം എന്നാണ് അതിനെ പ്രൊനൗൺസ് ചെയ്യുക. യഥാർത്ഥത്തിൽ POEM എന്നുള്ളതിനെ പോം എന്നാണ് പറയാം. അപ്പം ഈ ഏതെങ്കിലും ഒരു പുറത്തു നിന്നുള്ള ഒരു പോം നമുക്ക് തരും, എന്നിട്ട് അതിൻ്റെ അപ്രിസിയേഷൻ എഴുതാനൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് നോക്കുക കേട്ടോ എടുത്തിട്ട്. അപ്പോൾ അതിലൊക്കെ അങ്ങനെ കാണാൻ വേണ്ടി പറ്റും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ, ആ ഒരു ഫോർമാറ്റ്, അങ്ങനെയുള്ളൊരു അപ്രിസിയേഷൻ ചോദിച്ചാൽ നിങ്ങൾക്ക് അപ്രിസിയേഷൻ എങ്ങനെ എഴുതേണ്ടതെന്ന് അറിയണം, ആസ്വാദനക്കുറിപ്പ് എങ്ങനെ എഴുതണമെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പം അങ്ങനെയുള്ള ചില ഫോർമാറ്റുകളൊക്കെ ഉണ്ട്. അത് നിങ്ങളിപ്പോൾ ചിന്തിക്കേണ്ട, ഞാൻ അതൊക്കെ വിശദമായിട്ട് ചാനലിൽ പറഞ്ഞുതരാം. ആ ചാനൽ നിരന്തരം ചെക്ക് ചെയ്താൽ മതി. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ബൈഹാർട്ട് പഠിക്കേണ്ടത്. ഇങ്ങനെയുള്ള പാഠഭാഗങ്ങളൊന്നും ബൈഹാർട്ട് പഠിക്കരുത്. കഥ മനസ്സിലാക്കുക. എന്താണ് കഥ, എന്താണ് ഇതിലുള്ളത്, കഥാകൃത്തിൻ്റെ പേര്, പിന്നെ എങ്ങനെയൊക്കെയാണ് ഈ പാഠഭാഗം ഉള്ളത്. നമ്മളിതിനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ തന്നെ പഠിച്ചാൽ മതി. ആദ്യത്തെ ഭാഗം നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് എന്താണ്? പ്രകൃതിയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. ആദ്യത്തെ പാരഗ്രാഫിൽ എന്തു പറഞ്ഞു? കുട്ടി മുത്തശ്ശനെ പറ്റിയിട്ടും അതോടൊപ്പം തന്നെ ആൽമരത്തിൻ്റെ പ്രായത്തെ പറ്റിയിട്ടൊക്കെയാണ് ആദ്യത്തെ പാരഗ്രാഫിൽ പറയുന്നത്. എന്താണ്? മുത്തശ്ശന് 65 വയസ്സായി, അതുകൊണ്ട് ആൽമരത്തിൽ കയറാൻ വേണ്ടി പറ്റില്ല, അതുകൊണ്ട് കുട്ടി മാത്രമാണ് ആൽമരത്തിൽ കയറുന്നത്. ഈ ആൽമരം എന്ന് പറയുന്നത് വളരെയധികം പഴയതാണ്. അവർ താമസിക്കുന്ന ടൗണിനെക്കാളിലും പഴയതാണ്, വീടിനേക്കാളിലും പഴയതാണ്, മുത്തശ്ശനേക്കാളിലും പഴയതാണ്. പിന്നെ ഈ ഒരു ആൽമരത്തിൽ നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. കുട്ടി ഇടയ്ക്കിടയ്ക്ക് ആൽമരത്തിൽ കയറാറുണ്ട്. അവിടെയുള്ള അവൻ്റെ ഫ്രണ്ടാണ്, അവൻ്റെ സുഹൃത്താണ് ഒരു കുഞ്ഞ് അണ്ണാൻ. ആ അണ്ണാനിവൻ എന്തൊക്കെയാണ് കേക്കും ബിസ്ക്കറ്റൊക്കെ വെച്ച് കൊടുക്കാറുണ്ട്. അണ്ണാൻ അത് കഴിക്കാറുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നീട് നമ്മൾ കാണുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, വസന്തകാലത്ത് ഏറ്റവും ശബ്ദമുള്ള സ്ഥലമായിട്ട് ആൽമരമാണ് മാറാറുള്ളത്. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ കുട്ടി പറയുന്നത് ഇവൻ ആ ആൽമരത്തിൽ ഒരു ചെറിയ പണിതോ, ഒരു പ്ലാറ്റ്ഫോം, ഇരിപ്പിടം പണിതോ, എന്നിട്ട് അവൻ അവിടുന്ന് പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. അങ്ങനെ ഒരു ദിവസം അത്ഭുതകരമായിട്ടുള്ള ഒന്ന് കണ്ടു. ആ കണ്ടതാണ് മംഗൂസും കീരിയും പാമ്പിനും ഇടയിലുള്ള ഫൈറ്റ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഓക്കെ, ഇത് പറഞ്ഞത് പലർക്കും ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല, ചില കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതൊന്നും പേടിക്കേണ്ട. നമ്മൾ മനസ്സിലായാലും ഇല്ലെങ്കിലും മര്യാദയ്ക്ക് കൃത്യമായിട്ട് സാവധാനം വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. ഇംഗ്ലീഷ് വളരെ സിമ്പിളാണെന്ന് നിങ്ങൾ ഓർക്കുക, വളരെ സിമ്പിളാണ്. അപ്പം നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ദ കോബ്ര സ്റ്റൂഡ് ഓൺ ദ ഡിഫെൻസീവ്. ഡിഫെൻസീവ് എന്ന് വെച്ചാൽ പ്രതിരോധിക്കുക. പാമ്പ് ആദ്യം തന്നെ കീരിൻ്റെ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി നിന്നില്ല. പാമ്പ് കരുതി, കീരിയല്ലേ ഇങ്ങോട്ട് വരട്ടെ, നമ്മളല്ലേ മുതിർന്നത്, പുള്ളിക്കാരൻ വേണം ഇങ്ങോട്ട് വന്ന് ഫൈറ്റ് ചെയ്യട്ടെ എന്ന് വെച്ച് അവിടെ നിന്നു. Swaying slowly from side to side, trying to mesmerize the mongoose into marking a false move. Mesmerize എന്ന് വെച്ചാൽ കവിളിപ്പിക്കുക. വട്ടം തിരിക്കാമെന്ന് കരുതിയിട്ട് നമ്മുടെ പാമ്പ് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? വെറുതെ അങ്ങനെ നിൽക്കുകയല്ല, പകരം പാമ്പ് ഞാൻ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യത്തിൽ നിന്നും അത് വിട്ടിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞുതരുന്ന പോലെ പറഞ്ഞുതരാം. അതായത് കൃത്യമായിട്ട് കേട്ടോളേ. ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ ഇനി അവിടെ വയ്ക്കും, ഞാൻ പറഞ്ഞുതരാം. പാമ്പ് കീരിയും തമ്മിലുള്ള ഫൈറ്റാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. പാമ്പ് ആദ്യം എന്താ ചെയ്യുന്നതെന്നറിയാം? പാമ്പ് കീരിയുടെ അടുത്തേക്ക് പോയില്ല. പാമ്പ് അവിടെ നിന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തലയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ പാമ്പ് എഴയില്ലേ, അതുപോലെ അവിടെ നിന്നെടുക്കുന്ന ഇങ്ങനെ തല അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അനക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ മംഗൂസിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കീരിക്ക് തോന്നൂലേ ഇവനെന്താ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടിക്കളിക്കുന്നേ തോന്നൂലേ, കള്ളു പിടിച്ച പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിക്കുന്നേ തോന്നൂലേ, അതാണ്. അപ്പം അങ്ങനെ തോന്നും. അതിനു വേണ്ടിയിട്ട് അങ്ങനെ ഈ മംഗൂസിനെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് പാമ്പ് ആ ഒരു രീതിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ബട്ട് ദ മംഗൂസ് knew the power of his opponent's glassy unwinking eyes and refused to meet them. പക്ഷേ മംഗൂസിന് എന്തറിയാം? മംഗൂസിന് തൻ്റെ എതിരാളിയുടെ ആ ഒരു തന്ത്രങ്ങളും അതേപോലെ തന്നെ അവൻ്റെ എന്തൊക്കെ ഗുണങ്ങളാണോ അതൊക്കെ ആർക്ക് കൃത്യമായിട്ട് അറിയാം? നമ്മുടെ ഈ കീരിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ കീരി വളരെയധികം ബുദ്ധിപൂർവമാണ് മത്സരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കുക. Instead, he fixed his gaze at a point just below the cobra's hood and opened the attack. അപ്പം ഈ കീരി എന്ത് ചെയ്യാണ്? ഗെയ്സ് എന്ന് വെച്ചാൽ ശ്രദ്ധയോടുകൂടിയുള്ള നോട്ടം.
വളരെയധികം കോൺസെൻട്രേറ്റഡ് ആയിട്ട് അതിൽ മാത്രം ശ്രദ്ധ ചെലുത്തിക്കൊണ്ടുള്ള നോട്ടം, തുറിച്ചു നോട്ടം. ഇൻസ്റ്റെഡ് ഹി ഫിക്സ്ഡ് ഹിസ് ഗേസ് അറ്റ് എ പോയിന്റ് ജസ്റ്റ് ബിലോ ദ കോബ്രാസ് ഹുഡ്. അതായത് ഹുഡ് എന്ന് വെച്ചാൽ പത്തി. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു പത്തി വിടർത്തി നിൽക്കുന്നു എന്ന് അല്ലേ. സ്പെക്ടാക്കിൾഡ് ഹുഡ് ഇവിടെയുണ്ട്. ഹിസ്സിംഗ് ഡിഫെൻസ് ഹിസ് ഫോർക്ക്ഡ് ടങ് ഡാർട്ടിങ് ഇൻ ആൻഡ് ഔട്ട്. ദ കോബ്ര റേസ്ഡ് 3 of his 6 feet off the ground and spread his broad spectacled hood. അല്ലേ, ആ പത്തി തന്നെ. അങ്ങനെ ആ പത്തിക്ക് താഴെയായിട്ട് ഉന്നം വെച്ചുകൊണ്ട് നമ്മുടെ കീരി പാമ്പിന് നേരെ ചെല്ലുകയാണ്. മൂവിങ് ഫോർവേഡ് ക്വിക്ക്ലി until he was just within the cobra's reach, he made a feint to one side. അപ്പം പാമ്പ് അങ്ങനെ നിൽക്കുകയാണ്. കീരി പാമ്പിൻ്റെ അടുത്തേക്ക് പോവാണ്. പാമ്പിൻ്റെ തൊട്ടടുത്ത് കീരി എത്തിയപ്പോൾ കീരി എന്ത് ചെയ്തെന്നറിയോ? കീരി ഒരു സൈഡിലേക്കായിട്ട് തുള്ളി മാറി. ഫെയിൻറ്റ് എന്ന് വെച്ചാൽ ഫാൾസ് മൂവ്മെൻ്റ് എന്നാണ് അർത്ഥം എല്ലാവരും എഴുതിയെടുത്തേ പറ്റൂ. അങ്ങനെ പാമ്പിൻ്റെ തൊട്ടടുത്ത് എത്തിയപ്പം കീരി എന്ത് ചെയ്തെന്നറിയോ? സൈഡിലേക്ക് തുള്ളി മാറി. ഇമീഡിയറ്റ്ലി ദ കോബ്ര സ്ട്രക്ക്. പെട്ടെന്ന് തന്നെ പാമ്പ് കടിച്ചു. പക്ഷെ കൊണ്ടോ നമ്മുടെ ഈ ഒരു കീരിക്ക്? ഇല്ല. കാരണം നിങ്ങൾ കൃത്യമായിട്ട് ചിന്തിക്കുക. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഈ കീരി എന്ന് പറയുന്നത് ആള് ബുദ്ധിമാനാണ്. പാമ്പെന്ന് പറയുന്നത് എക്സ്പീരിയൻസ്ഡ് ആണ്. പാമ്പിന് നല്ല പരിചയസമ്പന്നമുണ്ട്. പക്ഷേ ഈ കീരി എന്ന് പറയുന്നത് ബുദ്ധിമാനാണ്, തന്ത്രശാലിയാണ് അല്ലേ. അപ്പം കീരിക്കറിയാം പാമ്പ് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ പാമ്പ് ഇതിങ്ങനെ ഈ കീരി വരട്ടെ, കീരി അടുത്തെത്തിയാൽ ഞാൻ അവനെ തട്ടും എന്നുള്ള രീതിയിലാണ് പാമ്പ് നിൽക്കുന്നത്. പക്ഷേ കീരിക്ക് എന്തറിയാം? ഇവൻ ഇതാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, എന്നെ തട്ടാനാണ് അടുത്തെത്തുമ്പോൾ ഇവൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ഞാൻ അവൻ്റെ അടുത്ത് എത്തുമ്പോൾ ഞാൻ ഒരു സൈഡിലേക്കായിട്ട് തുള്ളി മാറാമെന്ന് കരുതിയിട്ട് പാമ്പിൻ്റെ അടുത്തെത്തിയപ്പം തന്നെ കീരി എന്ത് ചെയ്തു? സൈഡിലേക്കായിട്ട് മാറി. ഓക്കെ, അപ്പം പാമ്പിൻ്റെ ആ ഒരു തന്ത്രം അവിടെ പൊളിഞ്ഞു. പാമ്പ് എന്ത് ചെയ്തു? പാമ്പ് ഇങ്ങനെ ചമ്മി നിന്നു. ഹിസ് ഗ്രേറ്റ് ഹുഡ് came down so swiftly that I thought nothing could save the mongoose, but the little fellow jumped neatly to one side and darted in as swiftly as the cobra, biting the snake on the back and darting away again out of reach. ഒന്നും പേടിക്കാനില്ല, സിമ്പിളാണ്. അങ്ങനെ ഈ പാമ്പ് എന്ത് ചെയ്തു? കടിക്കാൻ വേണ്ടി നോക്കി, നടന്നില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ പാമ്പ് അങ്ങനെ വിട്ടുകൊടുക്കുന്ന ആളെന്നല്ല, പെട്ടെന്ന് പാമ്പ് ഇങ്ങനെ തിരിച്ചു വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യാണ്? നമ്മുടെ കീരി അവസരം കണ്ടപ്പം തന്നെ കിട്ടിയ അവസരം മുതലാക്കി. കീരി എന്ത് ചെയ്തെന്നറിയോ? കീരി ഒരു സൈഡിലേക്ക് തുള്ളി മാറിയെന്ന് നമ്മൾ പറഞ്ഞില്ലേ. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഈ പാമ്പിൻ്റെ പുറകിലായിട്ട് കടിച്ചു. എങ്ങനെയുണ്ട് കഥ? ഈ കീരി ഉണ്ടല്ലോ, അവൻ ആ പാമ്പിൻ്റെ പുറകിൽ കടിച്ചു. കഷ്ടം തന്നെ. അങ്ങനെ ഈ പാമ്പിന് കടി കിട്ടി. അങ്ങനെ കടിച്ചതിന് ശേഷം കീരി ദൂരേക്ക് മാറിപ്പോയി. ഹിസ് ഗ്രേറ്റ് ഹുഡ് കെയിം ഡൗൺ സോ സ്വിഫ്റ്റ്ലി ദാറ്റ് ഐ തോട്ട് നത്തിങ് കുഡ് സേവ് ദ മംഗൂസ്. അതായത് ഈ പാമ്പ് ആദ്യം കടിക്കാൻ വേണ്ടി പോയപ്പോൾ നമ്മുടെ കുട്ടി കരുതി മംഗൂസിൻ്റെ കാര്യം കട്ടപ്പോക എന്ന് കരുതി. പക്ഷെ അതല്ല നടന്നത്. മംഗൂസ് സൈഡിലേക്കായിട്ട് തുള്ളി മാറി. ബട്ട് ദ ലിറ്റിൽ ഫെലോ ജംപ്ഡ് നീറ്റ്ലി ടു വൺ സൈഡ്. എന്നാൽ ആ പ്രിയപ്പെട്ട സുഹൃത്ത് ഒരു സൈഡിലേക്കായിട്ട് തുള്ളി മാറി. ആൻഡ് ഡാർട്ടഡ് എന്ന് വെച്ചാൽ ചാടി മാറുക. എന്നിട്ടോ ഡാർട്ടഡ് ഇൻ ആസ് സ്വിഫ്റ്റ്ലി ആസ് ദ കോബ്ര, ബൈറ്റിംഗ് ദ സ്നേക്ക് ഓൺ ദ ബാക്ക് ആൻഡ് ഡാർട്ടിങ് എവേ എഗെയിൻ ഔട്ട് ഓഫ് റീച്ച്. അങ്ങനെ പെട്ടെന്ന് തന്നെ പാമ്പിൻ്റെ ബാക്കിൽ കടിച്ചിട്ട് മംഗൂസ് കീരി ദൂരേക്ക് മാറിപ്പോയി. നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. ഈ ഒരു ഫൈറ്റിൽ 3 റൗണ്ടാണുള്ളത്. ആദ്യത്തെ റൗണ്ടാണ് ഇപ്പം കഴിഞ്ഞത്. ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞു എന്ന് പറയാൻ വേണ്ടി പറ്റില്ല, ഒരു ഇൻസിഡൻറ്റ് കൂടി നടന്നിട്ടുണ്ട്. അതുകൂടി കഴിഞ്ഞാൽ ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാകുമ്പം രണ്ടാമത്തെ റൗണ്ട്. അങ്ങനെ ടോട്ടൽ 3 റൗണ്ടുകൾ ഉണ്ട്. ഈ 3 റൗണ്ടും എങ്ങനെയാണ് എന്ന് ഞാൻ പറഞ്ഞുതരാം. 3 റൗണ്ട് ഏകദേശം ഒരുപോലെ തന്നെയാണ് നടന്നത്. അത് നമുക്ക് സംസാരിക്കാം. ഓക്കെ. ദ മൊമെൻറ്റ് ദ കോബ്ര സ്ട്രക്ക്, the crow and the myna hurled themselves at him, only to collide heavily in mid-air. Striking at each other, they returned to the catus plant. The moment the cobra struck, പാമ്പിന് കടി കിട്ടിയ ആ സമയത്ത് the crow and the myna hurled themselves at him. hurled എന്ന് പറഞ്ഞാൽ ആഞ്ഞു വരിക. ഈ കാക്കയും മൈനയും ആരാവർ? നമ്മളിതിലൊന്നുമില്ലപ്പാ, നമ്മളിതൊക്കെ ഒന്ന് കാണാൻ വന്നതാണെന്ന് പറഞ്ഞ് നിന്ന കാക്കയും മൈനയും എന്ത് ചെയ്തു? അവസരം കിട്ടിയപ്പോൾ അവരെന്ത് ചെയ്യാണ്? ഈ പാമ്പിന് നേരെ കുതിച്ചു ചെല്ലുകയാണ്.
ഓൺലി ടു കൊളൈഡ് ഹെവിലി ഇൻ മിഡ് എയർ. അപ്പോൾ ഇവർ രണ്ടുപേരും കാക്കയും മൈനയും ചിന്തിച്ചത് പാമ്പൊന്ന് അവശനായി, അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ അങ്ങ് എടുത്തിട്ട് നമുക്ക് പറന്നു പോയിട്ട് പരസ്പരം ഷെയർ ഇട്ട് കഴിക്കാമെന്നാണ് ഇവർ കരുതിയത്. പക്ഷേ രണ്ടാൾക്കും കുറച്ചധികം ആവേശം കൂടിപ്പോയി. ഇവർ രണ്ടുപേരും ഈ പാമ്പിന് നേരെ ഒറ്റ പറക്കാൻ വേണ്ടി തുടങ്ങലും ഇവർ പരസ്പരം കൂട്ടിയിടിച്ചു. എങ്ങനെ? കാക്കയും മൈനയും ആ ഒരു കാറ്റസ് ചെടിയിൽ നിന്നും ഈ പാമ്പിന് നേരെ കുതിക്കാൻ ശ്രമിക്കുമ്പോഴേ ഇവർ രണ്ടുപേരും അടുത്തടുത്താണ് ഉള്ളത്. ഇവർ രണ്ടാളും ഒരേ സമയത്ത് തന്നെ ഒറ്റ ചാടിലങ്ങ് ചാടി ഇവർ രണ്ടുപേരും പരസ്പരം അങ്ങ് കൂട്ടിയിടിച്ചു. എന്നിട്ടോ സ്ട്രീക്കിംഗ് അറ്റ് ഈച്ച് അതർ ദേ റിട്ടേൺ ടു ദ കാറ്റസ് പ്ലാന്റ്. പിന്നെ അവർ ചമ്മലോട് കൂടിയിട്ട് വീണ്ടും ആ കാറ്റസ് ചെടീൻ്റെ അടുത്തേക്ക് തന്നെ പോയി. എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് ബ്ലഡ് ഗ്ലിസ്റ്റേൺഡ് ഓൺ ദ കോബ്രാസ് ബാക്ക്. അപ്പോൾ കോബ്രക്ക് കടി കിട്ടിയെന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ കോബ്രയുടെ ആ കടി കിട്ടിയ ബാക്ക്, അതായത് ആ പത്തിയുടെ പുറകിലായിട്ട് രക്തം ഇങ്ങനെ തിളങ്ങുന്നുണ്ടായിരുന്നു. രക്തം ചെറിയ രീതിയിൽ തുള്ളി തുള്ളിയായിട്ട് വീഴുന്നുണ്ടായിരുന്നു. ഗ്ലിസ്റ്റൻഡ് എന്ന് വെച്ചാൽ തിളങ്ങുക. ദ കോബ്ര സ്ട്രക്ക് അഗെയിൻ ആൻഡ് മിസ്ഡ്. അഗെയിൻ ദ മംഗൂസ് സ്പ്രാങ് എസൈഡ്, ജംപ്ഡ് ഇൻ ആൻഡ് ബൈറ്റ്. Again the birds dived at the snake, bumped into each other instead, and returned shrieking to the safety of the cactus. അടുത്തതാണ് രണ്ടാമത്തെ റൗണ്ട് എന്ന് പറയുന്നത്. ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞു. ആദ്യത്തെ റൗണ്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നത്? പാമ്പ് ഈ ഒരു മംഗൂസിനെ പറ്റിക്കാമെന്നൊക്കെ കരുതി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് അനങ്ങിക്കൊണ്ട് നിന്നു. കീരി പാമ്പിൻ്റെ അടുത്തേക്ക് വന്നു. കീരി അടുത്തെത്തി എന്ന് കണ്ടപ്പോഴും പാമ്പ് കടിക്കാൻ വേണ്ടി നോക്കി. എന്നാൽ കീരി ഒരു സൈഡിലേക്ക് തുള്ളി മാറിയിട്ട് പാമ്പിൻ്റെ പുറകിൽ കടിച്ചു. പാമ്പിൻ്റെ പുറകിൽ ചോര വരാൻ വേണ്ടി തുടങ്ങി. ആ ഒരു സമയത്ത് കാക്കയും മൈനയും പാമ്പിൻ്റെ അടുത്തേക്ക് അതിനെ ആക്രമിക്കാമെന്ന് കരുതിയിട്ട് പോയി. പക്ഷേ അത് ബലം കണ്ടില്ല. കാക്കയും മൈനയും പരസ്പരം കൂട്ടിയിടിച്ചു. ഇവർ രണ്ടുപേരും തിരിച്ച് കാറ്റസ് ചെടിയുടെ അടുത്തേക്ക് തന്നെ പോയി. ഇത്രയും കാര്യങ്ങളാണ് ആദ്യത്തെ റൗണ്ടിൽ നടന്നത്. രണ്ടാമത്തെ റൗണ്ടിലോ ഈ സെയിം കാര്യം തന്നെയാണ് രണ്ടാമത്തെ റൗണ്ടിൽ നടന്നത്. മനസ്സിലായോ? ആദ്യത്തെ റൗണ്ടിലുള്ള അതേ സംഭവം തന്നെയാണ് രണ്ടാമത്തെ റൗണ്ടിൽ നടന്നത്. നോക്കാം. ദ കോബ്ര സ്ട്രക്ക് അഗെയിൻ ആൻഡ് മിസ്ഡ്. വീണ്ടും കോബ്ര എന്ത് ചെയ്യാൻ വേണ്ടി നോക്കി? ഈ കീരിയെ കടിക്കാൻ വേണ്ടി നോക്കി. പക്ഷെ അത് ബലം കണ്ടില്ല. അഗെയിൻ ദ മംഗൂസ് സ്പ്രാങ് എസൈഡ്, ജംപ്ഡ് ഇൻ ആൻഡ് ബിറ്റ്. അപ്പം ഈ പാമ്പ് കടിക്കാൻ നോക്കിയപ്പോൾ കീരി ഒരു സൈഡിലേക്കായിട്ട് തുള്ളി മാറി. എന്നിട്ട് വീണ്ടും പാമ്പിനെ കടിച്ചു. മക്കളെ, നിങ്ങൾ ചിന്തിക്കണം, നോക്കണേ. ഈ പാമ്പ് എപ്പോഴൊക്കെ കടിക്കാൻ ആഞ്ഞു വീശുന്നുവോ കീരി അതിൽ നിന്നൊക്കെ തുള്ളി മാറുന്നുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും? നമ്മൾ ഈ സിലബസ് മാത്രം പഠിക്കരുതല്ലോ, കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കണമല്ലോ. എന്തുകൊണ്ടായിരിക്കും അത്? അതായത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഇപ്പം തന്നെ നോക്കുക, പാമ്പ് പരമാവധി ശ്രമിക്കുന്നുണ്ട് കീരിയെ കടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോഴും രണ്ടാമത്തെ തവണയും പാമ്പ് കീരിയെ കടിക്കാൻ നോക്കി. പക്ഷെ കീരി ആ കടി എത്തുന്നതിന് മുമ്പ് തന്നെ സൈഡിലേക്ക് തുള്ളി മാറുന്നു. അതെന്തുകൊണ്ടാണ്? റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമുണ്ട്. അത് നിങ്ങൾക്കറിയാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നിങ്ങളുടെ ബയോളജി ഉണ്ടല്ലോ, ബയോളജിയിലെ ആദ്യത്തെ ചാപ്റ്റർ ഏതാണ്? സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ്. ബയോളജിയിലെ ആദ്യത്തെ ചാപ്റ്ററാണ് സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ്. അവിടെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. നല്ല നല്ല രസകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കും. അതെന്തോ പഠിച്ചോട്ടെ, ഞാൻ എന്നാലും പറഞ്ഞുതരാം. ഈ കീരി ഉണ്ടല്ലോ, കീരിക്ക് പാമ്പ് ഇപ്പം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പം ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ എന്താ ഇപ്പം പറയുക, നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രാണി, ഒരു ഇൻസെക്റ്റ് നിങ്ങളുടെ അടുത്തേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ മുഖത്തേക്ക് വരികയാണ്. നിങ്ങൾ എന്ത് ചെയ്യും? പോട്ടെ, ഒന്നും വേണ്ട. നിങ്ങൾ നടന്നു പോകുമ്പം പെട്ടെന്ന് നിങ്ങൾ നടക്കുന്നതിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് നിങ്ങളൊരു പാമ്പിനെ കണ്ടു. നിങ്ങൾ എന്താ ചെയ്യുക? പാമ്പല്ലേ നോക്കിക്കോ. അല്ലേ, നമ്മൾ ഇപ്പോൾ പെട്ടെന്ന് നടന്നു പോകുമ്പോൾ നിങ്ങളുടെ കാലിൻ്റെ അടിയിൽ പെട്ടെന്ന് പാമ്പിനെ കണ്ടാൽ നിങ്ങൾ തുള്ളും, പേടിച്ചു വിറക്കും, നിങ്ങൾ അപ്പുറത്തേക്കൊക്കെ ചാടും. ഇതല്ലേ നിങ്ങൾ ചെയ്യുക? ആ ചാടാനെടുക്കുന്ന സമയമുണ്ടല്ലോ, അതായത് നിങ്ങൾ നടന്നു പോകുമ്പോൾ ഒരു പാമ്പിനെ കണ്ടു. ആ പാമ്പിനെ കണ്ട ഉടനെ തന്നെ നിങ്ങൾ പേടിച്ച് വിറച്ചിട്ട് പെട്ടെന്ന് ബാക്കിലേക്കായിട്ട് ചാടി മാറി. ആ ചാടി മാറാൻ നമ്മൾ മനുഷ്യരെടുക്കുന്ന സമയമുണ്ടല്ലോ, അതിൻ്റെ ഇരട്ടീൻ്റെ ഇരട്ടി ആണ് ആർക്കുള്ളത്? ആർക്ക് കഴിവുണ്ട്? കീരിക്ക് കഴിവുണ്ട്. ആ ഒരു ഇരട്ടീൻ്റെ ഇരട്ടി എന്തുണ്ട് എന്നല്ലേ? അതായത് അതിനേക്കാളിലും സമയം കുറഞ്ഞുകൊണ്ട് കീരിക്ക് ചാടാൻ വേണ്ടി പറ്റുന്നതാണ് ഉദ്ദേശിക്കുന്നത്. സംഭവം സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ പേടിച്ചിട്ട് നമ്മുടെ ആ ഒരു റെസ്പോൺസ് ഉണ്ടല്ലോ അതിനോടുള്ള,
അതിൻ്റെ 3 ഇരട്ടി വേഗതയിൽ കീരിക്ക് റെസ്പോൺസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ ഈ പൂച്ചേനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പൂച്ച അത് നോക്കിയിട്ടുണ്ടോ? പലരും ഈ പാമ്പും പൂച്ചയും അടി കഴിയുമ്പോൾ എന്താണ്, പാമ്പ് കടിക്കാൻ വേണ്ടി വരുന്നതിന് മുമ്പ് തന്നെ പൂച്ച കൈനെ കൊണ്ട് അതിനെ തട്ടി മാറ്റും. അതെന്താ ചിന്തിച്ചിട്ടുണ്ടോ? കാരണം ഈ പാമ്പിന് ഇങ്ങനെ ഈ ഒരു റിഫ്ലക്സ് ആക്ഷൻ കുറവാണ്. അതായത് ഒരു സാധനത്തിനോടുള്ള അതിനെ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയം കുറവാണ്. ആർക്കെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പാമ്പിന് കുറച്ച് കൂടുതലാണ്. സംഭവമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, പാമ്പിനെ കണ്ടു, നമ്മൾ പെട്ടെന്ന് ചാടി മാറിയും. നമ്മൾ ചാടി മാറാൻ എടുക്കുന്ന സമയമുണ്ടല്ലോ, അതിനെക്കാട്ടിലും കുറഞ്ഞ സമയത്തിൽ കീരി ചാടി മാറും. അതാണ് അതിൻ്റെ പ്രത്യേകത. പക്ഷേ പാമ്പിനും അത്യാവശ്യം സമയമെടുക്കും. അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം. അതായത് ഒന്നുമില്ല, സിമ്പിളാണ്. ഈ കീരിയും പാമ്പും ഉണ്ടല്ലോ, ഈ പാമ്പ് കടിക്കാനെടുക്കുന്ന സമയമുണ്ടല്ലോ, അപ്പോൾ കീരിക്കറിയാം. പെട്ടെന്ന് കീരി കാണുമ്പം പെട്ടെന്ന് കീരിക്ക് അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി കഴിയും, പെട്ടെന്ന് മാറാൻ വേണ്ടി കഴിയും, പെട്ടെന്ന് ആക്ഷൻ എടുക്കാൻ വേണ്ടി കഴിയും. അത് കീരിയുടെ ഒരു പ്രത്യേകതയാണ്. പൂച്ചക്കും അങ്ങനെയുള്ള ഒരു പ്രത്യേകതയുണ്ട്, ക്യാറ്റിനും. ഇതിന് മനസ്സിലായിട്ടില്ലെങ്കിൽ പോട്ടെ, അതിലധികം ചിന്തിക്കാനൊന്നുമില്ല. ഞാൻ ജസ്റ്റ് അതൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കുക. അത് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ പേടിക്കുന്നു വേണ്ട, അത് നിങ്ങളെ സിലബസിലുള്ളതെന്നല്ല. സിലബസ് എന്ന് പറഞ്ഞ് ഈ കാര്യങ്ങൾ മാത്രം പഠിപ്പിക്കേണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ അതുകൂടി പറഞ്ഞത്. അപ്പം നമ്മളിവിടെ പറഞ്ഞു നിർത്തിയത്, ദ കോബ്ര സ്ട്രക്ക് അഗെയിൻ ആൻഡ് മിസ്ഡ്. അഗെയിൻ ദ മംഗൂസ് സ്പ്രാങ് എസൈഡ്, ജംപ്ഡ് ഇൻ ആൻഡ് ബിറ്റ്. അപ്പം നമ്മുടെ പാമ്പ് വീണ്ടും കടിക്കാൻ വേണ്ടി നോക്കി, പക്ഷെ അത് ബലം കണ്ടില്ല. നമ്മുടെ കീരി എന്തു ചെയ്യാണ്, പാമ്പിൻ്റെ പുറകിൽ വീണ്ടും കടിച്ചു, 2ാമത്തെ തവണ കടിച്ചു. ഈ ഒരു സമയത്തും ദ ബേർഡ്സ് ഡൈവ്ഡ് അറ്റ് ദ സ്നേക്ക്, ബംപ്ഡ് ഇൻ ടു ഈച്ച് അതർ ഇൻസ്റ്റഡ്. ബംപ്ഡ് എന്ന് വെച്ചാൽ ഇടിക്കുക. വീണ്ടും ആ പക്ഷികൾ, ആരൊക്കെ, കാക്കയും മൈനയും പാമ്പിന് നേരെയായിട്ട് കുതിച്ചു. എന്നാൽ ഇപ്രാവശ്യവും അവർ പരസ്പരം കൂട്ടിയിടിച്ചു. ആൻഡ് റിട്ടേൺഡ് സ്ട്രീക്കിംഗ് ടു ദ സേഫ്റ്റി ഓഫ് ദ കാറ്റസ്. സ്ട്രീക്കിംഗ് എന്ന് വെച്ചാൽ കരയുക. ആ ചമ്മിയില്ലേ, എന്നാൽ ഇനിയിപ്പോൾ ഒന്ന് കരഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും പരസ്പരം മടങ്ങി കാറ്റസ് ചെടിയുടെ അടുത്തേക്ക് ചെന്നു. 2ാമത്തെ റൗണ്ട് കഴിഞ്ഞ് ഇനി 3ാമത്തെ റൗണ്ട്. 3ാമത്തെ റൗണ്ടും ഇതേ സംഭവം തന്നെയാണ് നടന്നത്. പക്ഷേ ഒരു ചെറിയ വ്യത്യാസം സംഭവിച്ചു. അതെന്താ നമുക്ക് നോക്കാം. The third round followed the same course as the first, but with one dramatic difference. 3ാമത്തെ റൗണ്ടും എല്ലാം ഈ 2 റൗണ്ട് പോലെ തന്നെയാണ് നടന്നത്. പക്ഷേ ഒരു നാടകീയമായ വ്യത്യാസമുണ്ടായിരുന്നു. ഡ്രമാറ്റിക് എന്ന് വെച്ചാൽ നാടകീയമായ. The crow and the myna still determined to take part in the proceedings. ഇപ്രാവശ്യവും കാക്കയും മൈനയും വിട്ടുകൊടുക്കാൻ വേണ്ടി തയ്യാറല്ല. അവർ ഈ 3ാമത്തെ റൗണ്ടിലും പാമ്പിനെ കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവർ വീണ്ടും ശ്രമിച്ചു. ഇപ്രാവശ്യവും എന്ത് സംഭവിച്ചു, അവർ പരസ്പരം കൂട്ടിയിടിച്ചു. ഡൈവ്ഡ് അറ്റ് ദ കോബ്ര, ബട്ട് ദിസ് ടൈം ദേ മിസ്ഡ് ഈച്ച് അതർ ആസ് വെൽ ആസ് ദെയർ മാർക്ക്. ഇപ്രാവശ്യം അവർക്ക് ഉന്നം തെറ്റി. ദ മൈന ഫ്ലൂ ഓൺ ആൻഡ് റീച്ച്ഡ് ഇറ്റ്സ് പെർച്ച്. അങ്ങനെ ഉന്നം തെറ്റിയെന്ന് മനസ്സിലാക്കിയപ്പോൾ മൈന എന്ത് ചെയ്തു, തിരിച്ച് അതെവിടെ നിന്നാണോ വന്നത് അവിടത്തേക്ക് തന്നെ പോയി. ബട്ട് ദ ക്രോ ട്രൈ ടു പുൾ അപ്പ് ഇൻ മിഡ് എയർ ആൻഡ് ടേൺ ബാക്ക്. എന്നാൽ 3 തവണയാണ് പരാജിതരായത്. അതുകൊണ്ട് തന്നെ കാക്കക്ക് ഈ ഒരു കാര്യം സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. കാക്കക്ക് ഭയങ്കര സങ്കടമായി. അങ്ങനെ കാക്ക എന്ത് ചെയ്യുകയാണെന്നറിയോ, കാക്ക ഇപ്രാവശ്യവും ഉന്നം തെറ്റി, എന്നാൽ ഇപ്രാവശ്യം തന്നെ എനിക്ക് കിട്ടണം, ഇതിലെങ്കിലും ഞാൻ വിജയിക്കണം, 4ാമതൊരു തവണ ഞാൻ ഇതിന് ശ്രമിക്കില്ല എന്ന് കരുതിക്കൊണ്ട് കാക്ക എന്ത് ചെയ്തു, വീണ്ടും നമ്മുടെ മൈന മടങ്ങി കാറ്റസ് ചെടിയുടെ അടുത്തേക്ക് ചെന്നു. കാക്ക പക്ഷെ എന്ത് ചെയ്തു, മടങ്ങി വീണ്ടും പാമ്പിൻ്റെ അടുത്തേക്ക് തന്നെ ചെന്നു. In the second that it took him to do this, the cobra wiped his head back and struck with great force. ഇത്തവണ കാക്ക 2ാമതൊന്നുകൂടി ശ്രമിച്ചപ്പോൾ പാമ്പ് അത് കണ്ടു. പാമ്പ് കാക്കയെ കടിച്ചു. കാക്ക മരണപ്പെട്ടു. അതാണ് സംഭവിച്ചത്. കാക്ക എന്ത് ചെയ്തു, 2ാമത്തെ തവണയും കൂടി ശ്രമിച്ചു. പക്ഷേ ഇത് പാമ്പ് കണ്ടു. പാമ്പ് എന്ത് ചെയ്തു, ആഞ്ഞ് കടിച്ചു. ശക്തിയായിട്ട് തന്നെ കടിച്ചു. വിത്ത് ഗ്രേറ്റ് ഫോഴ്സ്, ഭയങ്കര ശക്തിയിൽ കടിച്ചു. ഹിസ് സ്നോട്ട് തഡിങ് എഗെയിൻസ്റ്റ് ദ ഗ്രൗണ്ട്സ് ക്രോസ് ബോഡി. അതായത് ഇങ്ങനെ നിലത്തൊക്കെ ഇങ്ങനെ അതിങ്ങനെ പെടയാണ് ആ ഒരു കടി ഏറ്റിട്ടാകുമ്പോൾ. ഐ സോ ദ ബേർഡ് ഫ്ലങ് നിയർലി 20 feet അക്രോസ് ദ ഗാർഡൻ. അങ്ങനെ അത് പെടഞ്ഞുകൊണ്ട് തന്നെ 20 അടി അകലെയായിട്ട് പറന്നുപോയി. ഫ്ലങ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്.
പാസ്റ്റ് ടെൻസാണ്, ഓർക്കണം. നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നത് വെറുതെ അല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഫ്ലൂ, ഫ്ലങ് എന്നൊക്കെയുണ്ട്. അതായത് പറന്ന് കഴിഞ്ഞു. 20 അടി ഗാർഡൻ പൂന്തോപ്പിൻ്റെ അകലെയായിട്ട് അത് പറന്നു പോയി. വേർ ആഫ്റ്റർ ഫ്ലട്ടറിങ്. ഫ്ലട്ടറിങ് എന്ന് വെച്ചാൽ ഇങ്ങനെ തുടിക്കുക, പിടയ്ക്കുക. എബൌട്ട് ഫോർ എ വൈൽ, അല്പസമയത്തേക്ക് പിടഞ്ഞുകൊണ്ട്. ഇറ്റ് ലേ സ്റ്റിൽ, അത് അതിൻ്റെ ശരീരം നിശ്ചലമായി. ദ മൈന റിമെയിൻഡ് ഓൺ ദ കാറ്റസ് പ്ലാന്റ്. മൈന ഇപ്പോഴും എന്ത് ചെയ്യാണ്? ആ കാറ്റസ് മുൾച്ചെടിയുടെ അവിടെ തന്നെ നിന്നു. വെരി വൈസ്ലി റിഫ്രെയിൻഡ് ഫ്രം ഇൻ്റർഫിയറിങ് അഗെയിൻ. റിഫ്രെയിൻഡ് എന്ന് വെച്ചാൽ മാറി നിൽക്കുക. അങ്ങനെ വളരെ ബുദ്ധിപൂർവം, ഒരിക്കൽ കൂടി ഇനി പാമ്പിൻ്റെ അടുത്തേക്ക് പോവില്ല. എൻ്റെ സുഹൃത്ത് കാക്ക അവരെ മരണപ്പെട്ട് കഴിഞ്ഞു, ഇനി എൻ്റെ ഊഴമാകരുത് എന്ന് കരുതിക്കൊണ്ട് മൈന ഇനി ഇതിലൊന്നും ഇടപെടുന്നില്ല എന്ന് കരുതിയിട്ട് അവിടെ മാറി നിന്നു. അടുത്തത്, ദ കോബ്ര വാസ് വീക്കനിങ്. നമ്മുടെ പാമ്പ് ഇങ്ങനെ അവശനായി വരികയാണ്. കാരണം 3 തവണ കടി കിട്ടി അല്ലേ? 3 റൗണ്ട് ഉണ്ടായിരുന്നു. ഈ 3 റൗണ്ടിലും നമ്മുടെ കീരി പാമ്പിനെ കടിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ദ മംഗൂസ് വാക്കിംഗ് ഫിയർലെസ്ലി അപ് ടു ഇറ്റ്. കീരിയോ പാമ്പിന് നേരെ പേടിയില്ലാതെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നീ വാ, ഞാൻ നിന്നെ ഇന്ന് തീർക്കുമെന്ന് കരുതി പറഞ്ഞുകൊണ്ട് കീരി പോവുകയാണ്. റേസ്ഡ് ഹിംസെൽഫ് ഓൺ ഹിസ് ഷോർട്ട് ലെഗ്സ് ആൻഡ് വിത്ത് ലൈറ്റ്നിങ് സ്നാപ്പ് ഹാഡ് ദ ബിഗ് സ്നേക്ക് ബൈ ദ സ്നോട്ട്. എന്താണ് സ്നാപ്പ് എന്ന് വെച്ചാൽ? ആലോചന കൂടാതെ, അതായത് ഒട്ടും തന്നെ ആലോചന കൂടാതെ പ്രകാശത്തിൻ്റെ വേഗതയിൽ ഒരു ഇടിമിന്നൽ പോലെ നമ്മുടെ മംഗൂസ് ഉണ്ടല്ലോ, കീരി, അത് പാമ്പിനെ വീണ്ടും 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 അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദ കോബ്ര റിത്ത്ഡ് ആൻഡ് ലാഷ്ഡ് അബൌട്ട് ഇൻ എ ഫ്രൈറ്റനിങ് മാനർ. പാമ്പ് ഇങ്ങനെ പേടിച്ച് വിറക്കുകയാണ്, അതിങ്ങനെ പിടയാണ്. ലാഷ്ഡ് എന്ന് വെച്ചാൽ വീശി അടിക്കുക. ഇങ്ങനെ വേദന കൊണ്ട് നിലത്തൊക്കെ അതിങ്ങനെ ശരീരം ഇങ്ങനെ അടിക്കുകയാണ്. അബൌട്ട് ഇൻ എ ഫ്രൈറ്റനിങ് മാനർ, ഒരു ഭയം തോന്നിക്കൊണ്ട്. ഫ്രൈറ്റനിങ് എന്ന് വെച്ചാൽ പേടിക്കുന്നു എന്ന രീതിയിൽ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഈവൻ കോയിൽഡ് ഇറ്റ് സെൽഫ് അബൌട്ട് ദ മംഗൂസ് ബട്ട് ഓൾ നോ അവെയിൽ. എന്നിട്ടോ ഈ കീരി ഇനിയെങ്കിലും ഒന്ന് നിർത്തുമെന്ന് കരുതിയിട്ട് ഈ കീരിയെ പാമ്പ് ചുറ്റി വളഞ്ഞു. എന്ത് ചെയ്യാണ്? പാമ്പിങ്ങനെ നിലത്തിങ്ങനെ അടിച്ചുകൊണ്ട് വേദനയുണ്ട്, എന്നാലോ കീരിയെ ഇങ്ങനെ ചുറ്റി വളഞ്ഞ് നിൽക്കുകയാണ്. കീരി ഇങ്ങനെ ചുറ്റി ഇങ്ങനെ നിൽക്കുകയാണ് പാമ്പ്. ബട്ട് ഓൾ ടു നോ എവെയിൽ. എവെയിൽ എന്ന് വെച്ചാൽ ഉപയോഗം. പ്രത്യേകിച്ച് വലിയ പ്രയോജനമൊന്നും ഉണ്ടായില്ല. കീരിക്ക് അത് വെറും ഒരു നൂല് പോലെയാണ് തോന്നിയത്. തൻ്റെ ശരീരത്തിൽ ഒരു നൂലിങ്ങനെ ചെറിയൊരു നൂല് ചുറ്റി വെച്ചതുപോലെയാണ് കീരിക്ക് തോന്നിയത്. ദ ലിറ്റിൽ ഫെലോ ഹങ് ഗ്രിംലി. ഗ്രിംലി എന്ന് വെച്ചാൽ ശക്തിയോടെ. ഓൺ അൺടിൽ ദ സ്നേക്ക് ഹാഡ് സീസ്ഡ് ടു സ്ട്രഗിൾ. സീസ്ഡ് എന്ന് വെച്ചാൽ സ്റ്റോപ്പ് എന്നാണ് അർത്ഥം, നിർത്തുക. അതായത് ഈ പാമ്പ് മരണപ്പെടുന്നത് വരെ എന്ത് ചെയ്തു? ഈ നമ്മുടെ കീരി പാമ്പ് ഇങ്ങനെ കടിച്ചുകൊണ്ടിരുന്നു, അത്ര തന്നെ. ഹി ദെൻ സ്മെൽഡ് അലോങ് ഇറ്റ്സ് ക്വിവറിംഗ് ലെങ്ത് ആൻഡ് ഗ്രിപ്പിംഗ് ഇറ്റ് റൗണ്ട് ദ ഹുഡ് ഡ്രാഗ്ഡ് ഇറ്റ് ഇൻ ടു ദ ബുഷസ്. അങ്ങനെ എന്താണ്? ഈ ശരീരത്തിന് ചുറ്റിലും ചുറ്റി വളഞ്ഞ ഈ പാമ്പിനെ എടുത്ത് നിലത്തിട്ട് അതിനെ നിവർത്തി. സ്മെൽട്ട് എന്ന് വെച്ചാൽ നിവർത്തുക, നിവർത്തി. ഗ്രിപ്പിംഗ് എന്ന് വെച്ചാൽ പിടിച്ചെടുക്കുക. നിവർത്തി വച്ചിട്ടാകുമ്പം അതിനെ കടിച്ചെടുത്തിട്ട് കുറ്റിച്ചെടികളുടെ ഇടയിലേക്ക് അത് ഈ ഒരു പാമ്പിനെ വലിച്ചുകൊണ്ട് കീരി പോയി. ബുഷസ് എന്ന് വെച്ചാൽ കുറ്റിച്ചെടി. ദ മൈന ഡ്രോപ്ഡ് കോഷ്യസ്ലി ടു ദ ഗ്രൗണ്ട്. മൈന എന്ത് ചെയ്യാണ്? വളരെ ശ്രദ്ധാപൂർവം ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി. ഹോപ്ഡ് എബൌട്ട്, peered into the bushes from a safe distance and then with a shrill cry of congratulation flew away. അങ്ങനെ ഒരു സേഫ് ആണെന്ന് തോന്നുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് ഒരു അഭിനന്ദിക്കുന്ന രീതിയിൽ ഒന്ന് കരഞ്ഞുകൊണ്ട് മൈന പറന്നുപോയി. ഇത്രയാണ് ഈ ഒരു ഫൈറ്റിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. 3 റൗണ്ടാണ്. സിമ്പിൾ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ പാഠത്തിൽ കുറച്ചും കൂടി ഒരു ഇത് വരുന്നത് ഈ ഒരു ഭാഗമാണ്. ബട്ട് ഈ ഒരു ചാപ്റ്റർ എൻ്റെയർ ആയിട്ട് നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്. ഇന്ന് നമ്മൾ ഇത്രേ എടുക്കുന്നുള്ളൂ. ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞ പാർട്ട് 3 വരുന്ന കാര്യങ്ങളാണ്. അത് ഇനി ഒരു കുറച്ച് സമയമുണ്ടെങ്കിൽ നമുക്ക് അത് കൂടി തീർക്കാം. സിമ്പിളാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രയേ എടുത്തിട്ടുള്ളൂ. ഇത് കൃത്യമായിട്ട് വായിച്ചു നോക്കുക. ഇന്ന് തന്നെ ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഒരിക്കൽ കൂടി ഒന്ന് വായിച്ചു നോക്കുക. മനസ്സിലായില്ലെങ്കിൽ 2 തവണ വായിക്കുക, എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ 3 തവണ വായിക്കുക, എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ ഒരിക്കൽ കൂടി ക്ലാസ് കാണുക. എന്നിട്ടും മനസ്സിലാവുന്നില്ല എന്നാണെങ്കിൽ കമൻറ്റ് ചെയ്യും. ബാക്കി ഞാൻ ചെയ്തു തരാം. നിങ്ങളെ പഠിപ്പിച്ചിട്ടേ ഞാൻ ഇന്ന് ഈ ഒരു ഇതിൽ നിന്നും പിന്മാറുന്നുള്ളൂ. നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിരിക്കും. ഓക്കെ,
അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് മക്കളെ വിശ്വസിക്കുന്നത്. സംശയങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക, ചോദിക്കുക. എനിക്ക് അറിയുന്നതാണെങ്കിൽ ഞാനതിന് റിപ്ലൈ തരും, അറിയാത്തതാണെങ്കിൽ ഞാനതിന് റിപ്ലൈ തരില്ല. പക്ഷേ കണ്ട് എന്നുള്ളൊരു സൈന് ഞാൻ കാണിക്കും. പക്ഷേ റിപ്ലൈ ഞാൻ തരാത്തതൊക്കെ നിങ്ങൾ കരുതിക്കോളുക, എനിക്കതിൽ വലിയ അറിവില്ല എന്നല്ല, എനിക്ക് സംശയമുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചോദിച്ചെങ്കിൽ എനിക്കതിൽ പറയാൻ വേണ്ടി പറ്റില്ല, എനിക്കൊന്ന് അത് അന്വേഷിക്കേണ്ടി വരും. അതുകൊണ്ട് അതിന് ഞാൻ റിപ്ലൈ ചെയ്യില്ല. എനിക്കറിയുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. കുറച്ചൊക്കെ എനിക്കറിയാം, പിന്നെ ഇത് പറയാൻ പറ്റില്ല. നിങ്ങൾ ചോദിക്കാൻ സംശയങ്ങളൊക്കെ ചോദിച്ചു. നമ്മൾ ഒരേ പ്രായക്കാരാണെന്ന് കരുതിയാൽ മതി, എനിക്ക് ചെറിയ പ്രായ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എല്ലാ സംശയങ്ങളും ചോദിച്ചോളൂ. നമുക്ക് സംശയങ്ങളൊക്കെ ചോദിച്ചിട്ട് ഇനിയിപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾ തന്നെ പല വീഡിയോസിൻ്റെ താഴെയായിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടാവും പല സംശയങ്ങളും. അത് നിങ്ങൾക്കറിയാവുന്നതാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് റിപ്ലൈ കൊടുക്കാം. ഓക്കെ അല്ലേ? നമ്മളെന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ് റൂം എന്ന രീതിയിൽ തന്നെ ഇതിനെ കാണുക. നിങ്ങളൊരു വീഡിയോ കാണുക, അതായത് നമ്മളൊരു ക്ലാസ് കണ്ടു, അതിന് താഴെ പല കുട്ടികളും സംശയങ്ങൾ ചോദിക്കുന്നുണ്ടാവും, അല്ലെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ടാവും. അതൊക്കെ നിങ്ങൾ എന്താണ്, നിങ്ങൾക്കും അതേ അഭിപ്രായമാണെങ്കിൽ അത് നിങ്ങൾക്ക് രേഖപ്പെടുത്താം. അതല്ല എങ്കിൽ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ അതും പറയാം. കാരണം എനിക്കറിയില്ലല്ലോ, ഞാനിവിടെ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്, നിങ്ങൾക്കത് എത്രത്തോളം മനസ്സിലാവുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങൾക്കത് ഉപകാരപ്രദമാകുന്നുണ്ടെന്ന് എനിക്കറിയില്ലല്ലോ. അതുകൊണ്ട് കമൻറ്റ് ചെയ്യാം മനസ്സിലാവുന്നുണ്ടെങ്കിൽ. പിന്നെ ഈ പാഠഭാഗത്ത് നിന്നും ചോദിക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഈ പാഠഭാഗത്തിൽ നിങ്ങൾ മെയിനായിട്ട് പഠിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, പ്രൊഫൈൽ പഠിക്കണം. ആരെ? നമ്മുടെ കഥാകൃത്ത് റസ്കിൻ ബോണ്ട് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ പഠിക്കണം. ഡയറി ഉണ്ട്. ഡയറി ഞാൻ എന്താണ് കാര്യങ്ങളെന്നൊക്കെ വിശദമായിട്ട് പറഞ്ഞുതരാം. ഇപ്പം ജസ്റ്റ് ഒന്ന് കേൾക്കുക. ഈ പാർട്ട് 3 വീഡിയോയിൽ, അടുത്ത വീഡിയോ ഉണ്ടല്ലോ, അതിൽ ഞാൻ പറഞ്ഞുതരും ഏതൊക്കെ ഡയറിയാണ്, ഏതൊക്കെ കോൺവെർസേഷൻ ആണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരും. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം അടുത്ത വീഡിയോയിൽ. അപ്പം ഞാൻ ഇപ്പം ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറയുകയാണ്. പ്രൊഫൈലുണ്ട്, ഡയറി ഉണ്ട്, കോൺവെർസേഷൻ ഉണ്ട്, നറേഷൻ ഉണ്ട്, ലെറ്റർ ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കും. എങ്ങനെയൊക്കെ ചോദിക്കുക? കുട്ടി ഈ കണ്ട കാര്യങ്ങൾ അവൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു കൊടുക്കുന്നു. ഈ ഫൈറ്റിനെ പറ്റിയിട്ട് ഈ കുട്ടി അവൻ്റെ സുഹൃത്തിനോട് പറയാണ്. കോൺവെർസേഷൻ ചോദിക്കാം, സംഭാഷണം എഴുതാൻ ചോദിക്കാം. ഈ കുട്ടി തന്നെ ഈ ദിവസം കണ്ട ഈ ഒരു ഫൈറ്റ് ആ ദിവസം രാത്രി പോയിട്ട് ഡയറിയിൽ എഴുതുന്നു. ആ ഡയറി ചോദിക്കാം. ഓക്കെ, ഈ കണ്ട കാര്യങ്ങൾ കുട്ടി തൻ്റെ സുഹൃത്തിന് കത്തെഴുതുന്നു, ലെറ്റർ ചോദിക്കാം. ഈ കണ്ട ഫൈറ്റ് കുട്ടി നറേറ്റ് ചെയ്യുന്നു, അത് ചോദിക്കാം, നറേഷൻ ചോദിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ഇതൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പഠിക്കേണ്ടത്. പിന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കുക, ടെക്സ്റ്റ് ഒരുപാട് തവണ വായിക്കുക. കുറച്ച് സെൻറ്റൻസുകളൊക്കെ സ്വന്തമായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റണം. ആ ഒരു രീതിയിലേക്ക് നിങ്ങളെ ഞാൻ എത്തിക്കും. നിങ്ങൾ തന്നെ സ്വയമായിട്ട് ഉത്തരങ്ങളൊക്കെ എഴുതും. നമുക്ക് എന്ത് ചെയ്യാം, മറ്റു വീഡിയോയിൽ വീണ്ടും കാണാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഉപകാരപ്രദമായിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ബൈ.